ഹായ് ഓൾ. അപ്പോൾ 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെടുത്ത ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി നോക്കാം. ഫ്ലാറ്റ് ട്രേഡിൽ ഒരു ട്രേഡാണ് എടുത്തത്. 9:19 9:20 NSL അടിച്ച് വളരെ പെട്ടെന്നായിരുന്നു. ഇവിടെ പൊസിഷൻസിൽ പോയി നോക്കിയാൽ ഇവിടെ കാണാം ഒരു ട്രേഡ് എടുത്ത് അത് SL അടിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിൽ പോയി നോക്കിയാൽ ഇന്ന് രാവിലെ 9:19 എൻട്രി. ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്ത് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഈ ക്യാൻഡിൽ ബൈ ചെയ്ത് തൊട്ടടുത്ത് 9:20 ക്യാൻഡിൽ, അതായത് ഒരു ടിപ്പിലാണ് SL അടിച്ച്. ഇവിടുന്ന് എൻട്രി എടുത്ത് ടിപ്പിൽ SL അടിച്ച് പിന്നെ ടാർഗറ്റ് അടിച്ച്. ടാർഗറ്റ് അടിക്കാൻ പറഞ്ഞാൽ ചില്ലറ നല്ല 100-200 പോയിൻ്റൊക്കെയാണ് ഒരു പോക്കങ്ങ് പോയത്. പക്ഷേ നമ്മൾ SL അടിച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് നമ്മൾ കിട്ടിയില്ല. അത് കുഴപ്പമില്ല. ട്രേഡിങ്ങിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. SL ടിപ്പിൽ അടിച്ച് ടാർഗറ്റിലേക്ക് പോകും. ടാർഗറ്റ് ചിലപ്പോൾ ജസ്റ്റ് മിസ്സായിട്ട് തിരിച്ചു വരുന്ന SL ആയിരിക്കും. അപ്പോൾ അതൊക്കെ ട്രേഡിങ്ങിൽ സാധാരണമാണ്. അപ്പോൾ ഇപ്പോൾ ജേണൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ഇപ്പോൾ ലോസിങ് സ്ട്രീക്കാണ്. കണ്ടിന്യൂസ് ആയിട്ട് 9 ട്രേഡാണ് SL അടിച്ചത്. പക്ഷേ ഈ 9 ട്രേഡ് ഇങ്ങനെ SL അടിച്ചിട്ടും ഈ ലെവലിൽ ഫസ്റ്റ് 2 പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ട് ഓവറോൾ ഇപ്പോഴും നമ്മൾ പ്രോഫിറ്റ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു കാരണം റിസ്ക് റിവാർഡാണ്. നല്ല രീതിയിൽ 1:5 റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചിലയിലൊക്കെ 1:6 കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള സ്ട്രാറ്റജിയും നല്ല റിസ്ക് റിവാർഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് എത്ര SL അടിച്ചാലും നമുക്ക് ഇമോഷനൊന്നും ബാധിക്കാണ്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ചാനലിലുണ്ട്. ഇത് ലെവൽ 1ൻ്റെ ജേണലാണ്. ഈ കംപ്ലീറ്റ് ട്രേഡ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചാനൽ നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ.